നമസ്കാരം. ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചാൽ നമുക്കൊന്നും പിന്നീട് കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ വരില്ല. അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുവലത് മുന്നണികളുടെ വാക്കും കേട്ട് ഒടുവിൽ അനുഭവിക്കേണ്ടി വരും. വോട്ട് കിട്ടാൻ എന്ത് കളിയും കളിക്കുന്നവർക്ക് മുന്നും പിന്നും നോക്കാനില്ല. അവരുടെ കണ്ണിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം, അത് അധികാര കസേരയാണ്. അതിനപ്പുറം അവർക്കൊന്നുമില്ല. ഇവരുടെയൊക്കെ അതിരുവിട്ട് മുസ്ലിം പ്രീണനം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ വാളെടുക്കുന്നവരോടും ഉറഞ്ഞു തുള്ളുന്നവരോടും പറയാൻ ഒന്നേയുള്ളൂ: ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ മനസ്സില്ല. സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോക ചരിത്രം. സ്വന്തം മതക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശി പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്നവരുടെയും അധികാര കസേരകൾ വെട്ടിപ്പിടിക്കുന്നവരുടെയും മതേതര മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ല. അവരുടെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണ്. ഇതിന്റെ പേരിൽ എന്റെ ചോര കുടിക്കാൻ വെമ്പുന്നവർക്ക് മുന്നോട്ട് വരാം. രക്തസാക്ഷിയാകാനും ഭയമില്ല. മുന്നോട്ട് വെച്ചത് കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ്. വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ കണക്കുകളും വസ്തുതകളും വെച്ച് തെളിയിക്കട്ടെ. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിന്റെ ആണിക്കല്ല്. അപ്രിയ സത്യങ്ങൾ ചൊല്ലുന്നവരെ ആക്ഷേപിക്കാനും ആക്രമിക്കാനും വെല്ലുവിളിക്കാനും മുതിരുന്നവർ അറിയുക, ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല. തിണ്ണമെടുക്ക് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴടങ്ങുന്നവരല്ല ഞങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ എന്ന ആ ധീരനായ മനുഷ്യൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. സത്യമില്ലാതെ സ്വന്തം ജീവൻ ഭീഷണിയാക്കി ഇങ്ങനെ പറഞ്ഞു വെക്കേണ്ട ഗതികേടൊന്നും അദ്ദേഹത്തിനില്ലല്ലോ. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. കേരളത്തിലെ നിലവിലെ അവസ്ഥ നിങ്ങൾക്കതിന്റെ ആധാരമാണ്. കണ്ണും ചെവിയും തുറന്നു പിടിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDFും UDFും 2 മുസ്ലിങ്ങളെയും 1 ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത്. ഒരുപക്ഷെ ഇതിനെ പലർക്കും മതസൗഹാർദ്ദമെന്നും കേരളത്തിൽ വർഗീയത ഇല്ലെന്നൊക്കെ വിശാല മനസ്കരായി വാദിക്കാം, തെറ്റ് പറയുന്നില്ല. പക്ഷെ 2 മതസ്ഥരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയത് വോട്ടാക്കി മാറ്റാൻ കളിക്കുന്ന ഈ കളി ചോറ് കഴിക്കുന്നവന് മനസ്സിലാകും. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും നോക്കാം. കേരളത്തിൽ ആകെയുള്ളത് 9 രാജ്യസഭാ സീറ്റുകളാണ്. അതിൽ 5 പേരും മുസ്ലിങ്ങളാണ്, 2 പേർ ക്രിസ്ത്യാനികളും. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 മുന്നണികളും കൂടി നൽകിയത് 2 സീറ്റുകളും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണ്. ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ ആക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറച്ചു ചിന്തിക്കാൻ അവർക്ക് ധൈര്യമില്ല. എറണാകുളത്ത് KG ഷേനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴിക്കാടനെയും മത്സരിപ്പിക്കുന്ന ഇടതുപക്ഷം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് അത് മതേതരമാകുന്നത്. മുസ്ലിം സ്വാധീനമുള്ള വടക്കൻ കേരളത്തിലെ മുസ്ലിം ഇടത് സ്ഥാനാർത്ഥികൾക്ക് പോലും മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. BJPയെ തോൽപ്പിക്കാൻ അവർ UDFനെയാണ് തിരഞ്ഞെടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ ജീവശ്വാസം പോലെ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ CPMും CPIയും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലി കഴിക്കുകയായിരുന്നു. എന്നിട്ടും പഠിക്കാതെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ അവർ വീണ്ടും കണ്ടെത്തിയത് മുസ്ലിം നേതാക്കളെ തന്നെയാണ്. ഇതെല്ലാം തുറന്നു പറഞ്ഞത് തെറ്റെങ്കിൽ ആ തെറ്റ് തുടരാൻ തന്നെയാണ് തീരുമാനം. കേരളത്തിലെ ഒരു സാമൂഹ്യ വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ ചില മുസ്ലിം നേതാക്കൾ തനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിൽ അടയ്ക്കണമെന്നും പ്രസ്താവനകളുമായി രംഗത്തു വന്നത് ഖേദകരമാണ്. പൊതുവെ മാന്യമായി സംസാരിക്കുന്ന ജമീയത്തുൽ ഉലമ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വരെ കടുത്ത വാക്കുകളുമായി പ്രതികരിച്ചത് ദൗർഭാഗ്യകരമായി പോയി. സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ സൗമ്യതയൊക്കെ പമ്പ കടന്നു. കേരളത്തിലെ വർഗീയവാദികൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. മതവെറിയും പരിഹാസങ്ങളും നിറഞ്ഞ പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായി ലോകത്തെ ഏതെങ്കിലും കോണിലെ മതസംഘർഷങ്ങളുടെ പേരിൽ ഇവിടെ സ്വൈര ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്നവരാണോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ? സുജനമര്യാദയുടെ പേരിൽ ആരും ഇതൊന്നും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പാട്ടും പാടി ജയിച്ചത് എങ്ങനെയാണെന്ന് എന്നെ ക്രൂശിക്കാൻ വരുന്നവർ ചിന്തിക്കുന്നത് നല്ലതാണ്. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളുടെ വോട്ടാണ് സുരേഷ് ഗോപിയുടെ തുറപ്പുചീട്ട്. ഇത്രയും കാലം BJPയെ എതിർത്തവരാണ് ക്രൈസ്തവ സമൂഹം. ഇരു മുന്നണികളുടെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെ കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കവയ്യാതെ വന്നപ്പോൾ ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടു. ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഗുരുതരമായ നിലവിലെ അവസ്ഥയെ വലിച്ചു കീറി പറഞ്ഞു വെക്കുമ്പോൾ നമ്മളൊക്കെ വീണ്ടും രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് വാദിച്ചു നിൽക്കുകയാണെങ്കിൽ കാശ്മീരിൽ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കും. പലരുടെയും വാക്ക് കേട്ട് തുള്ളി നമ്മൾ ആ അവസ്ഥയെ സ്വയം വിളിച്ചു വരുത്തും.